ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തിടെ തമിഴ് പുറത്തിറങ്ങിയ ഹോട്ട്സ്പോട്ട് എന്ന മൂവിയാണ്. 4 സ്റ്റോറികൾ പറയുന്ന ഈ മൂവിയിലെ ആദ്യത്തെ സ്റ്റോറി നമുക്കിന്ന് കാണാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്തേക്ക് ഒരു ഡയറക്ടർ അയാളുടെ ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി വരുന്നതാണ്. ആ പ്രൊഡ്യൂസർ ആകട്ടെ തന്റെ വൈഫിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തനിക്ക് നാളെ തന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോകണമെന്നും അതുകൊണ്ട് കുട്ടിയെ നാളെ ഓഡീഷന് നിങ്ങൾ കൊണ്ടുപോകണമെന്നും അവർ പറയുന്നു. അവരുടെ മകളാകട്ടെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി ഓഡീഷന് പോകാനിരിക്കുകയായിരുന്നു. എന്നാൽ കുട്ടിയെ തനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും തനിക്ക് 11 മണിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്നും പ്രൊഡ്യൂസർ പറയുന്നുണ്ട്. അയാളുടെ വൈഫിന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു പിറ്റേന്ന്. എന്നാൽ അതിന് തൽക്കാലം നീ ഇപ്പൊ പോണ്ടെന്നും അടുത്ത ആഴ്ച പോയാൽ മതിയെന്നും അയാൾ പറയുന്നു. അവര് മനസ്സില്ലാ മനസ്സോട് അതിന് ഓക്കെ പറയുന്നു. ആള് കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്ടർ ആകട്ടെ തന്നെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ടൈമില്ല എന്നും 10 നിമിഷത്തിനുള്ളിൽ കഥ പറഞ്ഞു തീർക്കണമെന്നും പറയുന്നു. നീ പറയുന്ന കഥ കേട്ടിട്ട് ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരു കഥ പറയാനും പറയുന്നു. ഡയറക്ടർ കുറച്ചുനേരം കണ്ണടച്ചിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. 30 വയസ്സുള്ള ഒരാള് 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു. കോടതിയിലാകട്ടെ അയാൾ റേപ്പ് ചെയ്ത അതേ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് വിധിക്കുകയാണ്. ചെന്നൈയിലെ കുറച്ച് ഏരിയയിലാകട്ടെ പ്രത്യേക ജാതിയിൽപ്പെട്ട കുറച്ച് ആൾക്കാർ കടക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പറയുന്നു. കല്യാണം, കാതുകുത്ത് എന്നപോലുള്ള ഫംഗ്ഷനുകളിൽ വിധവകൾ ആരും തന്നെ പങ്കെടുക്കാൻ പാടില്ല എന്നും ഗവൺമെന്റ് പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് ആ പ്രൊഡ്യൂസർ ഞെട്ടിയിരിക്കുകയാണ്. ഇതാണ് ഒരു ന്യൂസ് റീഡറിന്റെ വോയിസിൽ ഇതെല്ലാം തന്നെയായിരിക്കും നമ്മൾ നമ്മുടെ സിനിമയുടെ ടീസറിൽ കാണിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് നമ്മുടെ മൂവി കാണാനും തോന്നും. ഇത് കേട്ടതും പ്രൊഡ്യൂസർക്ക് ഇഷ്ടമായി. അയാൾ സമയമെടുത്ത് കഥ കേൾക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ ഡയറക്ടർ ഈ 4 കഥയിലെ ആദ്യത്തെ കഥ പറയാൻ തുടങ്ങുകയാണ്. കഥയുടെ പേര് ഹാപ്പി മാരീഡ് ലൈഫ്. തുടക്കത്തിൽ തന്നെ നായകനായ വിജയ് അവന്റെ കാമുകി ധന്യയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് ഇവർ പ്രണയത്തിലാണ്. അവർ രണ്ടുപേരും വീട്ടിൽ കാര്യം പറഞ്ഞപ്പോൾ അവരും വിവാഹത്തിന് സമ്മതിക്കുന്നു. അങ്ങനെ നാളെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുകയാണ്. എന്നാൽ ധന്യ ആകെ ടെൻഷനിലായിരുന്നു. അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഈ കല്യാണം വേണോ എന്ന്. നീ എന്തൊക്കെയാ പറയുന്നത്, ഇപ്പൊ എന്താ നിനക്കൊരു മനംമാറ്റം എന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ ഇത്രയും അടുത്ത ഡേറ്റിൽ നമുക്ക് കല്യാണം വേണ്ട എന്നും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ നമ്മുടെ കല്യാണം എന്നും അവൾ ചോദിക്കുന്നു. എപ്പോഴായാലും നമ്മൾ വിവാഹം കഴിച്ചേ പറ്റൂ, അതിപ്പോൾ ഇന്നായാലും നാളെ ആയാലും എന്താ പ്രശ്നമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നും അവൾ പറയുന്നു. എന്തായാലും സാരമല്ല, നാളെ ചടങ്ങ് നടക്കട്ടെ എന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. വിജയ് ഉറങ്ങാനും കിടക്കുന്നു. പിറ്റേന്ന് രാവിലെ വിജയ് വന്ന് വിളിക്കുന്നത് അവന്റെ അമ്മയായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് റെഡിയാകാൻ പറയുന്നുണ്ട്. സാധാരണ അമ്മമാരെ അവൻ അമ്മയോട് പറയുന്നുണ്ട് അച്ഛനോടൊരു കോഫി ഇട്ടുകൊണ്ട് തരാൻ പറയാൻ. അവരതുടനെ ഹസ്ബൻഡിനോട് ആജ്ഞാപിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ വീടുകളിൽ പോലെ അമ്മമാരല്ല ഇവിടെ കോഫി ഇട്ടുകൊണ്ട് കൊടുക്കുന്നത്. ഇവിടെ അവന്റെ അച്ഛനായിരുന്നു എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്. അവന്റെ അമ്മയാകട്ടെ സാധാരണ ഒരു അച്ഛൻ എങ്ങനെ സംസാരിക്കുന്നോ അതുപോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാം വിപരീതമായിട്ട് നടക്കുന്നു. അമ്മമാര് താലിയിട്ടുകൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെയാകട്ടെ അച്ഛന്മാരാണ് താലിയിട്ടുകൊണ്ട് നടക്കുന്നത്. സ്ത്രീകൾ പുരുഷന്മാരെയാണ് താലി കെട്ടുന്നത് ഇവിടെ. അവന്റെ അമ്മ അവനോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇന്നവർ കാണാൻ വരുന്ന ദിവസമാണ്, അതുകൊണ്ട് നീ മുണ്ട് ഷർട്ടും ഇട്ടിട്ട് നിന്നാ മതിയെന്ന്, അല്ലാത്തൊരു വേഷവും പാടില്ല എന്ന്. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ ധന്യയുടെ വീട്ടുകാർ വരുന്നുണ്ട്. വിജയ് ആകട്ടെ മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് ചായയായിട്ട് അവരുടെ മുൻപിലേക്ക് വരുന്നു. സാധാരണ ഒരു പെണ്ണെങ്ങനാണോ വരുന്നത് അതുപോലെ ഇവിടെ വിജയ് വരുന്നു. നാണത്തോടെ നിന്ന വിജയോട് ധന്യയുടെ അമ്മ പറയുന്നുണ്ട് ഇരുന്നോളാൻ, നമുക്കിടയിൽ ഇത്ര ഫോർമാലിറ്റി ഒന്നും വേണ്ട എന്ന്. അവൻ അവിടെ ഇരിക്കുന്നു. ബാക്കി കല്യാണ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നത് ധന്യയുടെ അമ്മയായിരുന്നു. ധന്യയുടെ അച്ഛനാകട്ടെ അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ധന്യയുടെ അമ്മയും വിജയുടെ അമ്മയും ചേർന്നിട്ടാണ് കല്യാണ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നത്. ഈ വീട് വിജയുടെ പേരിലാണെന്നും അത് വിജയിക്കാണെന്നും ഇനി കല്യാണ സമയത്ത് ഞങ്ങൾ ധന്യയ്ക്ക് 50 പവൻ സ്വർണ്ണം ഇടാമെന്നും അവർ പറയുന്നുണ്ട്. കാശിനെ പറ്റിയൊന്നും ഞങ്ങളിപ്പോ അധികം സംസാരിക്കുന്നില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വിജയ് ഒരിക്കലും ജോലിക്ക് പോകേണ്ട കാര്യമില്ല എന്ന് ധന്യയുടെ അമ്മ പറയുന്നു. അത് കേട്ടതും വിജയ് ആകെ സങ്കടത്തിലായി. ധന്യ ആകട്ടെ അമ്മയോട് പറയുന്നുണ്ട് ഇപ്പൊ എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നതെന്ന്. പക്ഷെ അവളുടെ അമ്മ പറയുന്നുണ്ട് എന്റെ വീട്ടിലെ മരുമകൻ ജോലിക്കൊന്നും പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന്. എന്നാൽ ധന്യ അവളുടെ അമ്മയോട് പറയുന്നുണ്ട് അത് അവന്റെ കരിയർ ആണെന്നും അവൻ തീരുമാനിച്ചോട്ടെ എന്നും. ഇത് കേട്ടതും വിജയുടെ അമ്മ പറയുന്നുണ്ട് കല്യാണത്തിനപ്പുറം എന്ത് കരിയർ, കുടുംബവും കുട്ടിയും നോക്കി വീട് നോക്കി അവൻ ആ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് അവന്റെ അമ്മ പോലും പറയുന്നു. ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ടിരുന്ന വിജയ് പറയുന്നുണ്ട് ഞാൻ മാസം 60,000 രൂപ സമ്പാദിക്കുന്നുണ്ടെന്നും എക്സ്ട്രാ വരുമാനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് തന്നെയല്ലേ നല്ലതെന്നും. ഇത് കേട്ട് അവന്റെ അമ്മ അവനെ വഴക്ക് പറയുന്നുണ്ട്. മൂത്തവർ സംസാരിക്കുന്നതിനിടയ്ക്ക് നീ ഇടയ്ക്ക് കയറി സംസാരിക്കേണ്ട കാര്യമില്ല എന്ന്. ധന്യയുടെ അമ്മ പറയുന്നുണ്ട് പുരുഷന്മാർ അടുക്കളയിൽ തന്നെ ഇരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പുറത്തു പോയി ജോലി ചെയ്ത് നല്ല പൊസിഷനിലാകുന്ന പുരുഷന്മാരും ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു കാര്യത്തിന് താല്പര്യമില്ല, അത് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞുള്ളൂ. വിജയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് എന്റെ ഹസ്ബൻഡ് ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു. വിവാഹശേഷം കുട്ടികളായി കഴിഞ്ഞപ്പോൾ കുടുംബവും കുട്ടിയും ജോലിയും എല്ലാം കൂടി നോക്കാൻ പറ്റില്ല, അത് കാരണം ആ ജോലിയെ വിട്ടു. അവരാ സംസാരമൊക്കെ അവിടെ നിർത്തിയിട്ട് ചടങ്ങുകളിലേക്ക് കടക്കുന്നുണ്ട്. വിജയ്ക്ക് പിന്നീടൊന്നും തന്നെ സംസാരിക്കാനും പറ്റിയില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്കകം വെച്ചിട്ട് അവരുടെ വിവാഹം കഴിയുന്നതാണ്. ധന്യ വിജയുടെ കഴുത്തിൽ താലി ചാർത്തി. സാധാരണ വിവാഹത്തിന് ശേഷം പെൺകുട്ടികളാണല്ലോ പുരുഷന്മാരുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ വിജയ് ധന്യയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൻ വിഷമത്തോടു കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ
നിന്നും കാറിൽ കയറി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ധന്യയുടെ വീട്ടിലെത്തി കഴിയുമ്പോഴാകട്ടെ അവൻ ആകെ ഒരു വെപ്രാളമായിരുന്നു. കാരണം പരിചയമുള്ള ആരും തന്നെയില്ല. ഓരോരുത്തരും എന്തൊക്കെയോ പറയുന്നു. എങ്ങോട്ട് പോകണമെന്നോ എവിടെ പോയി ഇരിക്കണമെന്നോ എന്നൊന്നും തന്നെ അറിയില്ല. ധന്യയുടെ അച്ഛനാകട്ടെ ഓടി നടന്ന് ഓരോ ജോലികൾ ചെയ്യുകയാണ്. അങ്ങനെ രാത്രിയായി. അവരുടെ ഫസ്റ്റ് നൈറ്റിന്റെ സമയം. ധന്യ പറയുന്നുണ്ട്, നീ ഒരുപാട് ടയേർഡ് ആണെന്ന് എനിക്കറിയാം. നീ എപ്പോ കംഫർട്ടബിൾ ആകുന്നോ അപ്പൊ നമുക്ക് മതി നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. തൽക്കാലം കിടന്നുറങ്ങിക്കൊള്ളാനും പറയുന്നു. പിറ്റേന്ന് രാവിലെ ധന്യയുടെ അച്ഛൻ വന്നിട്ട് റൂമിന് കൊട്ടുന്നുണ്ട്. അവൻ റൂം തുറന്നതും പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറയുന്നു. പിന്നീട് അങ്ങോട്ട് ആ വീട്ടിലെ കുക്കിംഗ് മുതലുള്ള ജോലികളെല്ലാം തന്നെ ചെയ്യാൻ തുടങ്ങിയത് വിജയായിരുന്നു. കറിക്ക് എരിവ് കൂടിയതിനും ഉപ്പ് കുറഞ്ഞതിനും ഉൾപ്പെടെ എല്ലാത്തിനും അവൻ കുറ്റം കേൾക്കാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് പൂജയെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറി ചോറെല്ലാം ഉണ്ടാക്കി ധന്യ പോകാൻ നേരം അവൾക്ക് ടിഫിൻ കൊടുത്തു വിടുന്നുണ്ട്. നല്ലപോലെ കഴിക്കണേടി എന്ന് അവൻ പറയുന്നു. ഈ വീട്ടിലെ വൈഫിനെ ഡീ ബോഡി എന്നൊന്നും വിളിക്കില്ല എന്ന് ധന്യയുടെ അച്ഛൻ വന്നിട്ട് അവനോട് പറയുന്നുണ്ട്. അവൻ ആകെ സങ്കടമായി. അങ്ങനെ കുറച്ചു ദിവസം കഴിയുമ്പോൾ താൻ തന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് അവൻ പോയി ധന്യയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്. ഈ ആഴ്ച പറ്റില്ല, നമ്മുടെ ബന്ധുക്കാരെല്ലാം വരുന്നുണ്ട്, അതുകൊണ്ട് അടുത്ത ആഴ്ച പോയിക്കൊള്ളാൻ പറയുന്നു. അവൻ വിഷമത്തോടെ സ്വന്തം അച്ഛനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവരെന്നെ ഈ ആഴ്ച വിടില്ല, അടുത്ത ആഴ്ച എനിക്ക് വരാൻ പറ്റുമെന്ന്. ആ സമയത്ത് ധന്യയുടെ അച്ഛൻ അകത്തു നിന്ന് അവനെ വിളിക്കുന്നുണ്ട്. ഒന്നിങ്ങോട്ട് വരാനും എനിക്ക് കുറച്ച് വെള്ളം എടുത്തു തരാനും. അവൻ അകത്തേക്ക് ചെല്ലുമ്പോഴാകട്ടെ അയാളുടെ മുൻപിൽ തന്നെ ജഗ്ഗും ഗ്ലാസും ഇരിപ്പുണ്ട്. മുൻപിലിരിക്കുന്ന വെള്ളം എടുത്ത് ഒഴിച്ചു കുടിക്കാൻ പോലും അയാൾക്ക് വയ്യ. അവൻ എടുത്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. അവൻ ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരാൻ തുടങ്ങി. ഒരമ്മായിയമ്മ മരുമകളെ എങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നോ അതുപോലെയാണ് ഇവിടെ അമ്മായിയപ്പൻ മരുമകനെ ടോർച്ചർ ചെയ്യുന്നത്. അവൻ ഇതെല്ലാം ധന്യയോട് പറയുന്നുണ്ട്. എന്നാൽ അവള് പറയുന്നുണ്ട്, അതിനുള്ളിൽ നീയും അമ്മായിയപ്പനും തമ്മിൽ വഴക്കായി തുടങ്ങിയെന്ന്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതും റൂമിന് പുറത്ത് വന്ന് അവളുടെ അച്ഛൻ കൊട്ടുന്നുണ്ട്. കതക് തുറന്നതും മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ എന്താ മറക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നു. പിന്നീട് അങ്ങോട്ട് ഓരോ ജോലിയും അവനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. പ്ലേറ്റ് നല്ലപോലെ കഴുകാത്തതിന് അവനെ വഴക്ക് പറയുന്നു. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ തന്നെ ധന്യ ഉണർന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഇന്ന് ഞായറാഴ്ചയാണെന്ന് നമുക്ക് എവിടെങ്കിലും പുറത്തു പോകാമെന്ന്. വിജയാകട്ടെ ആകെ ടയർഡായിരുന്നു. എനിക്കൊരു കോഫി ഇട്ട് തരുവോ, അത് കഴിഞ്ഞാൽ നമുക്ക് പോകാമെന്ന് പറയുന്നു. അവൾ അത് കേൾക്കുകയും ചെയ്യുന്നു. അവൾ നേരെ കിച്ചണിലേക്ക് ചെല്ലുന്നു. കുറച്ചു കഴിയുമ്പോൾ ഒരു ബഹളം കേട്ടിട്ടാണ് വിജയ് അവിടേക്ക് വരുന്നത്. വിജയ് ഉള്ളപ്പോൾ ധന്യ കിച്ചണിൽ കയറി കോഫി ഇടുന്ന കണ്ടിട്ട് ധന്യയുടെ അച്ഛനാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. അവനോട് പറഞ്ഞാൽ പോരെ, അവനിട്ട് തരില്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. നിനക്ക് ആകെ കിട്ടുന്ന അവധി ദിവസമല്ലേ എന്ന്, നിനക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് അവളോട് ശാസിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന വിജയ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇട്ടോളാം, അങ്കിള് പോയിക്കോ എന്ന്. അവൻ അയാളെയും ധന്യ അവിടെ നിന്നും പുറത്തേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് കോഫി ഇടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ആകട്ടെ അവൻ ധന്യയെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോയിക്കോട്ടെ എന്ന്. പൊയ്ക്കോ എന്ന് അവള് പറയുന്നുണ്ട്. എന്തായാലും ഒരു തവണ അച്ഛനോട് ചോദിച്ചിട്ട് പോയാൽ മതി. അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് വിജയ്ക്ക് അറിയാമായിരുന്നു. ആ സമയത്ത് പുറത്താകട്ടെ ധന്യയുടെ അനിയൻ പറയുന്നുണ്ട്, ഇത്തവണ കറണ്ട് ബില്ല് 12,000 രൂപയാണെന്ന്. അത് കേട്ട് ധന്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, റൂമിനകത്ത് ഫുൾ ടൈം AC ഇട്ടിട്ട് കുത്തിയിരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുമെന്ന്. ഇതെല്ലാം വിജയ് ഉദ്ദേശിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. വിജയ് പെട്ടെന്ന് തന്നെ AC ഓഫാക്കുന്നു. അങ്ങനെ ദിവസവും ഓരോ മെന്റൽ ടോർച്ചറുകളാണ് അവൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം വൈകിട്ട് ധന്യ ഓഫീസ് വിട്ട് വന്നപ്പോഴാകട്ടെ അവളുടെ അച്ഛനും അമ്മയും നല്ല ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു. കാര്യം അന്വേഷിച്ചപ്പോഴാകട്ടെ വിജയ് അവന്റെ താലിമാല ബാത്റൂമിൽ ഊരി വെച്ചിട്ട് മറന്നുപോയി. അത് ധന്യയുടെ അച്ഛൻ കാണുകയും അതിന്റെ പേരിൽ അവനെ വഴക്ക് പറയുകയും ചെയ്യുകയാണ്. ഇവനെ കുടുംബത്തിൽ മര്യാദയ്ക്ക് വളർത്തിയിട്ടില്ല എന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നും അവർ പറയുന്നു. കുളിക്കുന്ന സമയത്ത് അഴിച്ചു വെച്ചതായിരിക്കാമെന്ന് ധന്യ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ കുളിക്കുന്ന സമയത്ത് പോലും താലി അഴിച്ചു വെക്കാൻ പാടില്ല എന്ന് അവളുടെ അച്ഛൻ പറയുന്നു. ധന്യ അവനെ സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ട് അവർക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവര് വീണ്ടും വീണ്ടും വഴക്ക് പറയാൻ തുടങ്ങി. അവന്റെ വീട്ടുകാർ അവനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. മര്യാദയ്ക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, വീട്ടിൽ ഒരു പണിയും ചെയ്യാൻ അറിയത്തില്ല, വെറുതെ AC ഇട്ട് റൂമിനകത്ത് കുത്തിയിരിക്കാൻ മാത്രമേ അറിയൂ. അങ്ങനെ അവന്റെ വീട്ടുകാരെ അവന്റെ അമ്മയും അച്ഛനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവന് ദേഷ്യം വരാൻ തുടങ്ങി. എന്റെ അച്ഛനെ ഇനി മേലാൽ ഒന്നും പറയരുതെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ വിജയും ധന്യയുടെ അച്ഛനും തമ്മിൽ വലിയ വഴക്കാകുന്നുണ്ട്. ഇനി മിണ്ടാതെ അവിടെ കാണാൻ ഇരുന്നോളാൻ അവൻ പറയുന്നു. ഇത് കേട്ടതും ദേഷ്യം വന്ന ധന്യാകട്ടെ വിജയുടെ മുഖത്തടിക്കുന്നു. നീ എന്റെ അച്ഛനോട് ഇത്രയും സംസാരിക്കാൻ വേണ്ടി ആയോ എന്നും ചോദിക്കുന്നു. പെട്ടെന്നാണ് സീൻ അവിടെ നിന്ന് കട്ടായിട്ട് വിജയ് വീണ്ടും ഉറക്കമുണരുന്നത് കാണിക്കുന്നത്. ശരിക്കും ഇതെല്ലാം വിജയ് കണ്ട സ്വപ്നം മാത്രമായിരുന്നു. ഇന്നാണ് അവൻ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ധന്യയുടെ വീട്ടിലേക്ക് പോകാനിരിക്കുന്നത്. ആ സ്വപ്നത്തെക്കുറിച്ച് മുഴുവൻ ആലോചിച്ചപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. തലേന്ന് രാത്രി ധന്യ എന്തുകൊണ്ടാണ് കുറച്ചു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് മതി കല്യാണമെന്ന് പറഞ്ഞതെന്ന്. അവൾ ഇത്രയും കാലം താമസിച്ചുകൊണ്ടിരുന്ന വീടും അവളുടെ അച്ഛനും അമ്മയൊക്കെ വിട്ടിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന ടെൻഷൻ തന്നെയാണതെന്ന് അവന് മനസ്സിലായി. ശരിക്കും ഒരു പെൺകുട്ടി വിവാഹശേഷം എന്തൊക്കെ അനുഭവിക്കുമെന്ന് അവൻ ആ സ്വപ്നത്തിലൂടെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് പെണ്ണുകാണൽ ചടങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ അവൻ അന്തം വിട്ട് തന്നെ നിൽക്കുകയാണ്. താൻ എന്തൊക്കെയാണോ ചെയ്തത് അത് ധന്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന് വേണ്ടിയിട്ട് ചായ എടുത്തുകൊണ്ട് വന്ന് നിൽക്കുന്നു. സാധാരണ വിവാഹ സംസാരം പോലെ തന്നെ ധന്യയുടെ അച്ഛനും വിജയുടെ അച്ഛനും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വിജയ് അതിനെല്ലാം സ്റ്റോപ്പ് പറയുന്നു. എനിക്ക് ധന്യ ഒരുപാട് ഇഷ്ടമാണ്, ധന്യക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് മാത്രം ഇവിടെ സംസാരിച്ചാൽ മതി. അവിടെ ആർക്കും അതിലൊരു പ്രശ്നവുമില്ലായിരുന്നു. ധന്യയുടെ അമ്മയാകട്ടെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ആന്റി എന്താ ഒന്നും മിണ്ടാത്തതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ശരിക്കും അവിടെ സ്ത്രീകളാരും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല.
പറ്റില്ല. ആന്റിക്ക് പറയാനുള്ളതും ആന്റി പറയണമെന്ന് വിജയ് എടുത്തു പറയുന്നു. അവൻ ധന്യയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ആന്റിയുടെ അമ്മയും അച്ഛനെയും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോഴാണ് അവർ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. അവരവരുടെ അച്ഛനും അമ്മയും ആ വീടും എല്ലാം തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വിവാഹത്തിന് ശേഷം ഇവിടെ എല്ലാ ജോലികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എന്റെ ഹസ്ബൻഡ് എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്. അമ്മായിപ്പനും അമ്മയച്ഛനും ഉള്ള സമയത്താകട്ടെ വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, പക്ഷെ എന്റെ വീട് പോലെ ആകില്ലല്ലോ ഈ വീട്. അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു വിജയുടെ അമ്മയ്ക്കും പറയാനുണ്ടായിരുന്നത്. അവിടുത്തെ സ്ത്രീകളെല്ലാം തന്നെ അവരുടെ അച്ഛനും അമ്മയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആ വീടും മിസ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് വിജയുടെ അച്ഛൻ പറയുന്നുണ്ട് നിനക്കെന്താ കുറവ്, ഞാൻ നിന്നെ റാണിയെ പോലെയല്ലേ നോക്കുന്നത്. അത് കേട്ടതും വിജയ് പറയുന്നുണ്ട് നിങ്ങളുടെ തലയിൽ ഒരു തെറ്റുമില്ല. കാരണം നിങ്ങൾ എന്റെ അമ്മയെ റാണിയെ പോലെയാണ് നോക്കുന്നത്. പക്ഷേ അവരുടെ വീട്ടിൽ അവര് റാണിയെ പോലെയല്ല, അവർ റാണിയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതാണ് അതിലെ വ്യത്യാസം. അച്ഛന്റെ സഹോദരങ്ങളുടെ വീട്ടിലൊക്കെ പോയി ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നിൽക്കും. ആ സമയത്തെല്ലാം തന്നെ അച്ഛൻ പറയും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന്, ഇവിടെ നിന്നിട്ട് ശരിയാകില്ല എന്ന്. ഒരാഴ്ച പോലും സ്വന്തം ബന്ധുക്കാരുടെ വീട്ടിൽ അച്ഛന് നിൽക്കാൻ പറ്റില്ല. ആ സ്ഥാനത്ത് അമ്മ സ്വന്തം വീടും വീട്ടുകാരെയെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിൽ വന്ന് വർഷങ്ങളായിട്ട് താമസിക്കുകയാണ്. അവരുടെ മനസ്സൊന്ന് കണ്ടു നോക്കാനും പറയുന്നു. വിജയ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരുടെ മനസ്സിൽ കൊള്ളാൻ തുടങ്ങി. എന്റെ വൈഫിനൊരിക്കലും അവളുടെ വീട് വിട്ടിട്ട് വരേണ്ട സാഹചര്യം ഉണ്ടാകില്ല. അതിന് ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ നമ്മളൊരു റെന്റ് ഹൗസ് എടുത്തിട്ട് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാം. അതല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു മാസം ഒരാളുടെ വീട്ടിലും അടുത്ത മാസം അടുത്ത ആളുടെ വീട്ടിലും നിൽക്കാം. ധന്യയ്ക്ക് അത് ഓക്കെ ആണോ എന്ന് വിജയ് ചോദിക്കുമ്പോൾ അവൾക്ക് ഓക്കെ ആയിരുന്നു. എന്നാൽ അവിടെ ഇരുന്ന മറ്റൊരാൾ പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നതെന്ന്, അതൊന്നും നടക്കില്ല എന്ന്. ഇത്രയും കാലമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിനക്ക് മാത്രം എന്താണ് ഇത്രയും മാറ്റം വരുത്താൻ ആഗ്രഹം? മുൻകാലത്തുള്ളവരൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ആചാരം തന്നെ വച്ചിരിക്കുന്നതെന്ന് അയാൾ പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടെ വിജയ് പറയുന്നു കാരണം എന്തായാലും ഉണ്ട്. ആ കാരണം സെൽഫിഷ്നെസ് ആണ്. ആണുങ്ങളുടെ സെൽഫിഷ്നെസ് ആണിത്. എവിടെ നിന്ന് അത് തുടങ്ങുന്നതെന്ന് അറിയാമോ? പെണ്ണുങ്ങളുടെ കഴുത്തിൽ മാത്രം താലി കിട്ടുന്നില്ലേ, അവിടെ മുതലാണ് ഇതെല്ലാം തുടങ്ങുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ധന്യയുടെ അച്ഛൻ പറയുന്നുണ്ട് സമത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന്. എന്നാൽ വിജയ് പറയുന്നു എത്ര മാറ്റങ്ങൾ വന്നാലും ഇപ്പോഴും വിവാഹം കഴിഞ്ഞ ശേഷം പെണ്ണ് തന്നെയല്ലേ വീട് വിട്ട് ആണിന്റെ വീട്ടിലേക്ക് പോകേണ്ടി വരുന്നത്. അത് മാറണം. ഇപ്പൊ ഇവിടെ നടക്കുന്ന വിവാഹങ്ങളെല്ലാം തന്നെ ഒരു പെണ്ണിനെ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ കൺട്രോളിൽ ജീവിപ്പിക്കുന്നതാണ്. അവരെന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട, ജോലിക്ക് പോകണോ പോകണ്ടായോ, ഫ്രണ്ട്സിനെ കാണാൻ പോകാൻ പാടുണ്ടോ, അവരെന്ത് ഡ്രസ്സ് ഇടണം എന്ത് കഴിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ വീട്ടിലുള്ളവരാണ്. ആ പെണ്ണിന് അതൊന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അവർക്ക് എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ പെർമിഷൻ ആവശ്യമാണ്. പക്ഷെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് പട്ടിക്ക് കൊടുക്കുന്ന പോലെ കുറച്ച് സ്നേഹം കൊടുക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതുപോലൊരു കച്ചവടത്തിന് താല്പര്യമില്ല. വിവാഹം കഴിക്കുവാണെങ്കിൽ താലി രണ്ടുപേരും കെട്ടണം. അവിടെ മുതൽ എല്ലാം ഈക്വൽ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ സംസാരിക്കാൻ പറ്റും, പക്ഷെ പ്രാക്ടിക്കലായിട്ട് നടക്കുമോ എന്ന് അവന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതെല്ലാം നടക്കുമെന്നും ഇവിടെ ഈ മാറ്റം ഞാൻ കൊണ്ടുവരുമെന്നും അവൻ പറയുന്നു. ഒരു കാര്യം ആരെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്നിടം വരെ അതെല്ലാം പ്രാക്ടിക്കലായിട്ട് നടക്കാത്ത കാര്യങ്ങളാണ്. ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ പിറകെ ഉണ്ടാകും. ഒരു മാറ്റത്തിന് ഞാൻ തയ്യാറാണ്, നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുന്നിടത്ത് ആ സ്റ്റോറി അവസാനിക്കുന്നു. ആ പ്രൊഡ്യൂസറിന് ഡയറക്ടർ പറഞ്ഞ ഈ സ്റ്റോറി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അത് കേട്ടതും ആ പ്രൊഡ്യൂസർ ആകെ ഇമോഷണൽ ആകുന്നുണ്ട്. അയാൾ പതുക്കെ എഴുന്നേറ്റ് പോയി ആർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്. ശരിക്കും അയാൾക്ക് നാളെ 11 മണിക്ക് ഒരു മീറ്റിംഗും ഇല്ലായിരുന്നു. അയാളുടെ കാമുകിയുടെ കൂടെ മൂവിക്ക് പോകാൻ ഇരുന്നതാണ്. എന്നാൽ താൻ നാളെ വരുന്നില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അതിന്റെ പേരിൽ അയാളുടെ കാമുകി അയാളെ വിളിച്ച് വഴക്കിടുന്നു. എന്നിട്ട് അയാൾ അടുത്ത കഥ പറയാൻ ഡയറക്ടറിനോട് ആവശ്യപ്പെടുന്നു. അടുത്ത സെക്കൻഡ് സ്റ്റോറി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് തന്നെ കാണാം. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ഇടാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.